Hi dear friends, Zae Days എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്താണ്ടാക്കി വെച്ചാൽ മിക്സർ ഉണ്ടാക്കി. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ വൈകുന്നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കഴിക്കാൻ തോന്നും. പിന്നെ മഴയാണ്, ലോക്ക്ഡൗൺ ആണ്. മിക്സർ ഉണ്ടാക്കിയപ്പോൾ ഒരാൾ വേഗം ടേസ്റ്റ് ചെയ്ത് നോക്കി. അവൾക്കത് ഇഷ്ടമായി തോന്നുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊടുത്തപ്പോൾ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മിക്സർ ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കുറച്ചൊരു വലിയ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 240 ml കപ്പാണത്. അതിൽ 2 കപ്പ് കടലപ്പൊടി. നമുക്കതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാം. ഞാനിപ്പോൾ ഇത് ഏകദേശം 1 കിലോ മിക്സറോളം ഉണ്ടായിരുന്നു. അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി. നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, നൈസ് പത്തിരിൻ്റെയൊക്കെ പൊടി, അതിൻ്റെ പൊടിയാണ്. അപ്പം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട്, ഉപ്പ് ഞാൻ ഈ ഉപ്പ് ഇത് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അത്ര തന്നെ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി. എരിവുള്ള മുളകാണെങ്കിൽ നിങ്ങളൊരു 1 ടേബിൾ സ്പൂൺ, ഇതിപ്പോൾ കാശ്മീരി ആയതുകൊണ്ടാണ് ഞാൻ അത്ര ഇട്ടത്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞളിട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും തന്നെ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടി നിർബന്ധമാണ്, സ്കിപ്പ് ചെയ്യാതെ എന്തായാലും നിങ്ങൾ ചേർക്കണം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം. കാരണം ഈ ഉപ്പും മുളകും എല്ലാം നമ്മളെല്ലാത്തിലേക്കൊന്ന് ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചിലപ്പോൾ കട്ട പിടിച്ച് കിടക്കാൻ സാധ്യത. അതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, അത് തന്നെയാണ്. അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് ലൂസായി പോകണ്ട, ഒരുപാട് ടൈറ്റും ആയി പോകണ്ട. അപ്പോൾ നമുക്കൊന്ന് ആ പാകം നിങ്ങൾക്കറിയില്ല, ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴക്കുന്ന പാകം സെയിം അത് തന്നെയാണ്. ഇതുപോലെ തന്നെ കുഴച്ച് വെച്ചാൽ മതി. ഞാൻ നിങ്ങൾ കണ്ടില്ല, നമ്മൾ ചപ്പാത്തിക്ക് ഉരുട്ടിയെടുക്കുന്ന ആ ഒരു പോലെ തന്നെ നിങ്ങൾ കുഴച്ചെടുത്താൽ മതി. നമുക്ക് മിക്സറൊന്നും ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. നമ്മൾ ആദ്യം കാണുമ്പോൾ മിക്സർ ഉണ്ടാക്കി എന്നൊക്കെ വിചാരിക്കില്ലേ, ശരിക്കും ഒന്നുമല്ല കേട്ടോ. ഇത് ഈസിയാണ്. ഞാൻ അതിൽ നിന്നൊരു 1/4 ഭാഗം മാവ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അത്രയും തന്നെ മിക്സർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് എടുക്കണ്ട. വേറെ കുറച്ചും കൂടി മാവ് ഇതുപോലെ ഇതേ അളവെടുത്തിട്ട്, അതായത് ഇതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതിൽ 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പൊടി ഇട്ടിട്ട് ഇതുപോലെ ലൂസാക്കി കലക്കി വെച്ചാൽ മതി. ഞാൻ പക്ഷേ അതൊന്നും ഒരു 1/4 ഭാഗം എടുത്തിട്ട് ഇതുപോലെ ലൂസാക്കി കലക്കി വെച്ചു എന്ന് മാത്രം, വേറെ അളവൊന്നും ഒരു മാറ്റവും ഇല്ല. ഇനി നമുക്ക് വേണ്ടത് പീനട്ടാണ്. നിങ്ങളിതിന് എന്താ പറയുക എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ തന്നെ കടലക്കാന്ന് പറയും. ഇത് പൊട്ടുകടലയാണ്. ഈ പൊട്ടുകടലയും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊന്നൊരു അളവ് ഞാൻ കൃത്യമായി പറയണം കേട്ടോ. പിന്നെ ഉണക്കമുളകും 10-12 വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും ഉണ്ട്. ഇനി എന്താ ചെയ്യണത്, നമ്മൾ നൂൽപുട്ട്, നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാകുന്ന സേവനാഴിയില്ലേ, അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് എണ്ണ തടവി കൊടുക്കാം. കാരണം ഇതിനകത്ത് പിടിച്ച് പോകേണ്ട വെച്ചിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുപോലെ മാവ് ഉരുട്ടിയിട്ട് ഫുള്ളായിട്ട് ഇതിനകത്ത് ഇങ്ങനെ നിറച്ച് കൊടുക്കുക. കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് സേവ് ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതെല്ലാം വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ചൊരു വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ചെറുതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സേവ് കുറച്ച് ചെറുതാക്കി എടുത്തിട്ട് ഒരുപാട് ടൈം പിടിക്കും. അപ്പോൾ ആ ടൈം നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ സേവ് ഇതിലേക്ക് തന്നെ ഡയറക്റ്റ് ആക്കി കൊടുക്കുക. എന്താ പറയുക, നമ്മൾ പീച്ചി കൊടുക്കാമെന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഇതേപോലെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കയ്യിൽ ചൂടടിക്കാതെ ശ്രദ്ധിക്കുക. എണ്ണ നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ കയ്യിലേക്ക് എന്തായാലും അതിൻ്റെ ചൂടടിക്കും. അപ്പോൾ കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ട് വേണം നിങ്ങളത് പീച്ചെടുക്കാൻ. അപ്പോൾ ഒരു ഭാഗം നമുക്കൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും അടുത്ത ഭാഗം ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ നമ്മളിത് പൊട്ടിപ്പോകൊന്നുമില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഒറ്റ പ്രാവശ്യം തിരിച്ച് അത്രയും തന്നെ മതി. കുറേ പ്രാവശ്യം തിരിച്ച് മറിച്ചൊന്നിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒരു ഭാഗം ആകുമ്പോഴേക്കും നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ അത് നേരെ തിരിച്ചിടുക. ഈ ഒരു കളർ, ഒരു ഗോൾഡൻ കളർ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതെടുത്ത് മാറ്റാം. അങ്ങനെ നമുക്കുള്ള മാവെല്ലാം അതുപോലെ ആക്കിയെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതിനകത്ത് ബൂന്തി ഉണ്ടാക്കണം. നിങ്ങൾക്കറിയില്ല, നമ്മൾ മിക്സറിലൊരു ചെറിയ ബോൾ പോലെ കിടക്കില്ലേ, അത് ആ സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അരിപ്പ കയ്യിലില്ലേ, എന്തായാലും പറയാം, നമ്മളിങ്ങനെ കോരിയൊക്കെ എടുക്കുന്ന ആ കോരി ഉണ്ടെങ്കിൽ അതിലിങ്ങനെ ഒഴിച്ചിട്ട് ഇതേപോലെ ആക്കി കൊടുത്തില്ല. അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാത്രം നമ്മൾ അരിയൊക്കെ ഊറ്റിയൊക്കെ വെക്കാൻ എടുക്കുന്ന ആ പാത്രം എടുത്തിട്ടാണെങ്കിൽ നമുക്ക് കുറേ പെട്ടെന്ന് ഉണ്ടാക്കി തരാം. അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ട് നിങ്ങളൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ബോളായിട്ട് വീണോളും.
പെട്ടെന്നാവും കേട്ടോ, ഭയങ്കര ഈസിയാണ്. പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും, പെട്ടെന്ന് നിങ്ങൾക്കത് കോരി എടുക്കുകയും ചെയ്യാം. തീ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഫ്ലെയിം എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ച് പോകേണ്ട, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതും അതേപോലെ തന്നെ നമുക്ക് മൊത്തം ഒന്ന് ബൂന്തി ഉണ്ടാക്കി വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ എണ്ണ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ, എല്ലാം ഉണ്ടാക്കി വരുമ്പോഴേക്കും എണ്ണ വരും. ഞാൻ പിന്നെ എണ്ണയൊന്നും ചേർത്തില്ല, എടുത്ത എണ്ണ മാത്രമേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് വലിയ എണ്ണ ചിലവൊന്നും ഉണ്ടായിട്ടില്ല. അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച കറിവേപ്പില ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. വെളുത്തുള്ളി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ, ഒന്നൊന്ന് ചതച്ചിട്ടുണ്ട്. വെളുത്തുള്ളി നിങ്ങൾ കുറച്ചും കൂടി ഫ്രൈ ആക്കിക്കോളൂ. അത് കുറച്ചൊന്ന് ഫ്രൈ ആക്കി കുറഞ്ഞു പോയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ വേണ്ടത് നമ്മൾ പീനട്ടും കൂടി ആ എണ്ണയായിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് പീനട്ട് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ. ഇത് പക്ഷേ നമ്മളെടുത്ത 1 കിലോയ്ക്ക് ഇത് കറക്റ്റായിരുന്നു. ഇതിപ്പോൾ ഒരു 100 ഗ്രാം, അതിന് 100 ഗ്രാം ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഇതുപോലെ നമുക്ക് നന്നായിട്ട് ആ എണ്ണയിൽ നിന്ന് ഫ്രൈ ചെയ്ത്, ഇതിൻ്റെ തോലൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തോല് കളഞ്ഞ് അതിൻ്റെ പരിപ്പ് മാത്രമായിട്ട് ഇടണം അങ്ങനെയൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. പിന്നെ ഇടേണ്ടത് പൊട്ടുകടലയാണ്. ഇതിന് വേറെ പേരുണ്ടോ എനിക്കറിയില്ല, ഞങ്ങൾ അങ്ങനെയാണ് പറയാറതിന്. അപ്പം നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പം അരയ്ക്കാറുണ്ട് ഇത് ദോശയ്ക്കൊക്കെ. അപ്പോൾ ഇതും കൂടി നമുക്ക് അതേ എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിടുമ്പോൾ മാത്രം എണ്ണ ചെറുതായിട്ട് പതയുന്നുണ്ടായിരുന്നു. അതെന്താ കാരണം വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ, അത് മാത്രം ഇട്ടപ്പോൾ ഇങ്ങനെ പതഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഞാനും വിചാരിച്ചു എന്താ ഇത് പതഞ്ഞത് എന്ന്. പിന്നെ എടുത്തപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, എടുത്ത മാറ്റി പിന്നെ എണ്ണ പതയുന്നൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇടേണ്ടത് വെച്ചാൽ ഉണക്കമുളക്, ഞാനതൊന്ന് ചെറുങ്ങനെ കീറിയിട്ട് ഇട്ടിട്ടുണ്ട്, ഒന്ന് പൊട്ടിച്ചിടാം 2-3 കഷ്ണമായിട്ടൊക്കെ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. മുളകും കൂടി നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ മുളക് എരിവൊക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ ഞാൻ അതിൻ്റെ സേവെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, ഇനി നമുക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇത് പൊട്ടിക്കാൻ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു ഇത് പൊട്ടിക്കാൻ. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി, അപ്പോൾ തന്നെ അത് മൊത്തം അങ്ങ് പൊട്ടിപ്പോവും. നമ്മുടെ മിക്സറിൻ്റെ ഒരു പാകത്തിനേക്ക് അത് ആയി വരും. അതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഞെരടും ഒന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ 2-3 പ്രാവശ്യം അമർത്തുമ്പോൾ തന്നെ ഒക്കെ പൊട്ടി അത് ആ കറക്റ്റ് സെറ്റായിട്ട് കിടക്കും. ഒരുപാട് ചെറുതാകണ്ട, ഇങ്ങനെ ഇത് കാണുന്നില്ല നിങ്ങൾ, ഞാൻ 2-3 പ്രാവശ്യം അമർത്തുമ്പോൾ തന്നെ ഇതെല്ലാം ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നല്ല വലിയൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അതിലേക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒരു ബൗളിൽ തന്നെ നമുക്ക് ഇടാമല്ലോ. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ബൂന്തിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈ ആക്കി വെച്ചിരുന്ന പീനട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ പൊട്ടുകടല ഇട്ട് കൊടുക്കുക. നമ്മൾ എന്തൊക്കെയാണോ ഫ്രൈ ചെയ്തത് അതെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ മുഴുവൻ സെറ്റ് ചെയ്തിട്ട് എടുക്കണ്ടേ. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, മുളക്, കറിവേപ്പില ഇതെല്ലാം ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചൊരു മുളക് പൊടി അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ കാണുന്നില്ലേ മിക്സറിൽ എപ്പോഴും കുറച്ച് മുളക് അതിൻ്റെ മുകളിൽ ആയിട്ട് കിടക്കും. ഇതിപ്പോൾ ഒരു മീഡിയം എരിവാണ്, നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുത്തേക്കോ കേട്ടോ. പിന്നെ ഉപ്പ് ഈ സമയത്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഉപ്പ് എല്ലാത്തിനും നിങ്ങളുടെ ഉപ്പ് കറക്റ്റാണോ എന്ന്. എനിക്ക് ഉപ്പ് വേണ്ടി വന്നിട്ടില്ല, നിങ്ങൾക്ക് ഉപ്പ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീട്ടിലെല്ലാവരും സേഫായിട്ടിരിക്കുക. കഴിവതും നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ തൽക്കാലം ഒഴിവാക്കിയിട്ട് പറ്റുന്ന പോലത്തേക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കുക. ഉള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം എല്ലാവരും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ കോവിഡിൻ്റെ പ്രശ്നമൊക്കെ രൂക്ഷമായിട്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ മിക്സറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നല്ലൊരു കണ്ടെയ്നറിൽ നല്ല ടൈറ്റായിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം നല്ലൊരു കട്ടൻ ചായയും മിക്സറും സെറ്റായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. സത്യം പറഞ്ഞാൽ കറക്റ്റ് പാകത്തിനായിട്ട് എനിക്ക് മിക്സർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്ലോപ്പ് ആവാതെ കിട്ടുമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇത്രക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.